ഗ്യാരണ്ടി സീരീസ് തുടരുകയാണ്. സീരീസിലെ 7ാമത്തെ എപ്പിസോഡാണിത്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ BJPയുടെ പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ ഗ്യാരണ്ടി അത് നമുക്കൊന്ന് കേട്ടുവരാം. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? മോദിയുടെ ഗ്യാരണ്ടി. രാജ്യത്തെ 30 കോടി സ്ത്രീകൾക്ക് വായ്പ നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയായി പറയുന്ന മറ്റൊരു കാര്യം. സംഗതി ശരിയാണ്. മുദ്രാ സ്കീം അനുസരിച്ച് 30 കോടിയിലധികം സ്ത്രീകൾക്ക് വായ്പ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി ആണോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കണമെങ്കിൽ ഈ സ്കീം നരേന്ദ്രമോദി സർക്കാരിൻ്റേത് മാത്രമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വ്യവസായ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ ഏത് പൗരനും നൽകുന്ന വായ്പയാണ്. അത് എല്ലാ പൗരന്മാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അല്ലാത്ത, കാർഷിക മേഖലയിലല്ലാത്ത സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കാണ് ഈ മുദ്ര സ്കീം പ്രകാരം വായ്പ നൽകുന്നത്. ആ വായ്പകളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതാണ് ഈ മുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുദ്ര എന്ന് പറഞ്ഞാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ് അതിൻ്റെ മുഴുവൻ നാമം. ഈ ഏജൻസി നേരിട്ട് വായ്പ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇവ വഴി വായ്പ ഉറപ്പാക്കുകയും ആ വായ്പയ്ക്ക് ഗ്യാരണ്ടി നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീം. ഇതിന് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ട എന്നുള്ളതാണ് ഹൈലൈറ്റ്. കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി വായ്പ എടുക്കുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ അഷുറൻസ്, ഉറപ്പ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലഡ്ജ് ചെയ്യാൻ വേണം. അത് ഭൂസ്വത്താവാം, വീടാവാം, സ്ഥാപനമാവാം, അല്ലെങ്കിൽ സ്വർണ്ണമാവാം, എന്തും ആവാം. അങ്ങനെ മറ്റെന്തെങ്കിലും പ്ലഡ്ജ് ചെയ്യാൻ വേണം. ഇതിനൊക്കെയാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറയുക. ഈ വായ്പയ്ക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്ന ഈ മുദ്രാ സ്കീമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ ആളുകൾ ഇതിൽ നിന്ന് വായ്പ എടുക്കാൻ തയ്യാറാകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾക്കുള്ള ആദ്യത്തെ സ്കീമാണോ എന്ന് നോക്കാം. ഈ ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ദീർഘകാലമായി വിവിധ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും ഒക്കെ നടപ്പാക്കി വരുന്നുണ്ട്. ഇതിനൊരു ഏകീകൃത രൂപമുണ്ടാവുന്നത് 2000-ലാണ്. 2000-ൽ അന്നത്തെ എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൻ്റെ കാലത്ത് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ചു. ആ സ്കീമിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്: കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ ചെറുകിട സൂക്ഷ്മ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കും. സ്ഥാപനം തുടങ്ങുന്നതിന് മാത്രമല്ല വായ്പ, വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം, തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന മൂലധനമില്ലെങ്കിൽ ആ പ്രവർത്തന മൂലധനം ലഭ്യമാക്കാനും ഈ വായ്പ നൽകാം എന്നുള്ളതായിരുന്നു ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ പ്രത്യേകത. അന്ന് 1 കോടി രൂപ വരെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ നൽകാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ 2000 മുതൽ അതിനുശേഷം 2004 UPA സർക്കാർ വന്നു. UPA സർക്കാരിൻ്റെ കാലത്തും ഇതേ സ്കീം തുടർന്നു. 2000 മുതൽ 2010 വരെ 3,105,000 പ്രപ്പോസലുകൾക്കാണ് ഈ പദ്ധതി പ്രകാരം വായ്പ ലഭ്യമാക്കിയത്. അതുവഴി 11,550.6 കോടി രൂപ വായ്പയായി നൽകി. ഇതിന് ഗ്യാരണ്ടി നിന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി. അങ്ങനെ ഗ്യാരണ്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഈ ഗ്യാരണ്ടി ഫണ്ടിലേക്ക് നൽകിയത് 1906.55 കോടി രൂപയാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഉടമസ്ഥയിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എന്നുള്ള പേരിൽ CGTMSE എന്ന പേരിലൊരു ട്രസ്റ്റും രൂപീകരിച്ചു. ഈ ട്രസ്റ്റാണ് ഈ വായ്പകൾക്കൊക്കെ ഗ്യാരണ്ടി നൽകുന്നത്. അപ്പോൾ ഈ സ്കീം എന്ന് പറയുന്നത്, അതായത് ചെറുകിട സൂക്ഷ്മ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുകയും വായ്പ ലഭ്യമാക്കുകയും അതിന് ഗ്യാരണ്ടി നൽകുകയും ചെയ്യുന്നൊരു സ്കീം എന്ന് പറയുന്നത് 2000-ൽ ആരംഭിച്ചതാണ്. 2010 വരെയുള്ള കണക്ക് നേരത്തെ പറഞ്ഞു. ഈ ഗ്യാരണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റും അക്കാലത്ത് രൂപീകരിച്ചു. ഈ ട്രസ്റ്റ് മോദി സർക്കാരിൻ്റെ കാലത്ത് മുദ്ര വന്നപ്പോൾ അത് ഒരു കമ്പനിയായി മാറി എന്ന് മാത്രം. ആ കമ്പനിയുടെ കാര്യം പിന്നീട് പറയാം. 2009-ൽ, അതായത് 2004-ൽ UPA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സ്കീം തുടർന്നിരുന്നു. 2009-ൽ UPA സർക്കാർ ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയമിച്ചു. ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങളുടെ സ്ഥിതി പഠിക്കാനും അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബജറ്റിലൂടെ
ബാങ്കുകളെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുന്നതിന് നിർബന്ധിതമാക്കാൻ അന്നത്തെ UPA സർക്കാർ തീരുമാനിച്ചു. അതുവഴി ഓരോ ധനകാര്യ വർഷവും ബാങ്കുകൾ ഈ ചെറുകിട സൂക്ഷ്മ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇത്ര ലക്ഷം കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കണം എന്ന് വ്യവസ്ഥ ചെയ്തു. അതായത് അതിനൊരു വലിയ പരിധി നിശ്ചയിക്കുകയാണ് ചെയ്തത്. ഇത്രയും വായ്പ ബാങ്കുകൾ ഇതിനു വേണ്ടി നീക്കിവെക്കണം എന്ന്. അതിലാവശ്യക്കാർക്ക് ബാങ്കുകൾ ഈ വായ്പ കൊടുക്കാൻ സന്നദ്ധരാവണം എന്നും വ്യവസ്ഥ ചെയ്തു. അങ്ങനെ കൂടുതൽ വായ്പ നൽകിയതിൻ്റെ കണക്കുകൾ ഈ ബജറ്റ് രേഖകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി മുദ്രയുടെ കീഴിൽ ബാങ്കുകൾ, മുദ്രയുടെ കീഴിലെ രണ്ടാമത്തെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് മുദ്ര എന്ന് പറയുന്നത് ഒരു യുണീക്ക് സ്കീമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. യുണീക്ക് സ്കീമായിട്ടാണെങ്കിൽ മാത്രമേ ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇതൊരു യുണീക്ക് സ്കീമല്ല. 2000 NDA സർക്കാർ തുടങ്ങുകയും 2004 UPA സർക്കാർ തുടരുകയും ചെയ്ത ഒരു പദ്ധതി. അതൊരു പേര് മാറ്റി അവതരിപ്പിക്കുകയാണ് 2015 നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. ഇനി അദ്ദേഹം പറയുന്നത് വനിതകൾക്ക് ഈ സ്കീമിലൂടെ കൂടുതൽ വായ്പകൾ നൽകി, ആകെ നൽകിയ വായ്പയുടെ ഏതാണ്ട് 70% വനിതകൾക്കാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് 30 കോടി വനിതകൾക്ക് വായ്പ ലഭ്യമാക്കി എന്ന് പറയുന്നത്. ഈ അവകാശവാദത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ 2013 രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്ത് ഭാരതീയ മഹിളാ ബാങ്ക് എന്നുള്ള പേരിൽ ഒരു ബാങ്ക് ആരംഭിച്ചിരുന്നു. ഈ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, സാധാരണ ബാങ്കിങ് സേവനങ്ങളൊക്കെ ഉണ്ട്, അതായത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും, സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, ഭവന വായ്പ നൽകും, വാഹന വായ്പ, ഇതൊക്കെ നൽകും. അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അതിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് സ്ത്രീ സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു. അത് ഇതുപോലെ 10 ലക്ഷം ആയിരുന്നില്ല മഹിളാ ബാങ്ക് നിർദ്ദേശിച്ചത്. കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ 1 കോടി രൂപ വരെ വായ്പ നൽകാൻ മഹിളകൾ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ 1 കോടി രൂപ വരെ വായ്പ നൽകാൻ ആ ബാങ്ക് സ്കീമുണ്ടാക്കിയിരുന്നു. അത് നടപ്പാക്കി തുടങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾക്കുള്ള ആദ്യത്തെ പദ്ധതിയിൽ തന്നെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ നൽകാൻ അനുവദിച്ചിരുന്ന തുക എന്ന് പറയുന്നത്, വായ്പ നൽകാവുന്ന തുക എന്ന് പറയുന്നത് 1 കോടിയായിരുന്നു. ഭാരതീയ മഹിളാ ബാങ്കും വനിതാ സംരംഭകർക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ നൽകാൻ 1 കോടി രൂപ വരെ വായ്പ നൽകാം എന്ന് വ്യവസ്ഥ വെച്ചിരുന്നു. അങ്ങനെ സ്കീമും ആരംഭിച്ചിരുന്നു. പലതരത്തിലുള്ള സ്കീമുകൾ ഉണ്ടായിരുന്നു. ഒരു സ്കീമൊന്നുമല്ല, 3-4 സ്കീമുകൾ ഇങ്ങനെ വനിതാ സംരംഭകർക്ക് വായ്പ നൽകാനായിട്ട് മഹിളാ ബാങ്കിൻ്റെ കീഴിൽ ആരംഭിച്ചിരുന്നു. ഈ ബാങ്ക് 2013 ആരംഭിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഈ ബാങ്കിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയാണ് ഉണ്ടായത്. വലിയ പുരോഗതിയൊന്നും ഈ സ്കീമുകളിലൊന്നും ഉണ്ടായില്ല. ഇതിന് വലിയ പ്രോത്സാഹനം, ഈ പദ്ധതികൾക്ക് വലിയ പ്രോത്സാഹനമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ബാങ്കിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. 2017 ഈ ബാങ്കിൻ്റെ പ്രവർത്തനം തന്നെ നിർത്തി. ബാങ്കിനെ SBIയിൽ ലയിപ്പിച്ചുകൊണ്ട് ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ പ്രവർത്തനം തന്നെ നരേന്ദ്രമോദി സർക്കാർ നിർത്തിവെച്ചു. ഈ 2013 ഈ ബാങ്ക് തുടങ്ങുമ്പോൾ വനിതകൾക്ക് മാത്രമായിട്ട് ബാങ്ക് ആരംഭിക്കുന്ന ലോകത്തെ 3ാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ. 2017 ആ ബാങ്ക് തന്നെ അദ്ദേഹം നിർത്തിവെപ്പിച്ചു. ഇത് നിർത്തിവെപ്പിക്കുന്നതിന് മുമ്പേ തന്നെ 2015 ഈ മുദ്ര സ്കീം തുടങ്ങുന്നുണ്ട്. മുദ്ര സ്കീം 2015 തുടങ്ങി, അതിന് 2017 ഈ ബാങ്ക് നിർത്തിവെപ്പിക്കുന്നത്. അപ്പോൾ ഈ വനിതകൾക്ക് മുദ്ര സ്കീം വഴി കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പ 30 കോടി വനിതകൾക്ക് നൽകി എന്ന് പറയുമ്പോൾ, വനിതകൾ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് 1 കോടി രൂപ വരെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ നൽകാൻ പദ്ധതികളുണ്ടാക്കിയ ഒരു ബാങ്കിനെ ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഈ അവകാശവാദം എന്ന് നമ്മൾ ഓർക്കണം. ഇനി ഈ മുദ്രാ സ്കീമിൽ ലോണുകൾ എന്തുകൊണ്ട് കൂടി എന്നുള്ളതിൻ്റെ ഒരു വസ്തുത കൂടി നമ്മളൊന്ന് പരിശോധിക്കണ്ടേ. 2015 മുദ്രാ യോജന ആരംഭിക്കുന്നത്. 2016 നവംബർ 8 രാജ്യത്ത് 500ൻ്റെയും 1000ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചു. അതുണ്ടാക്കിയ കോലാഹലവും അതുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളും, സാധാരണ മനുഷ്യന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക് അതുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. അത് എന്തിനാണോ നോട്ട് പിൻവലിച്ചത് അതിൻ്റെ ഒരു ലക്ഷ്യവും നേടാൻ സാധിക്കാതെയാണ് ആ പ്രഖ്യാപനം അവസാനിച്ചത് എന്നും നമ്മൾ കണ്ടതാണ്. ഈ നോട്ട് പിൻവലിക്കൽ രാജ്യത്തെ ഏറ്റവും അധികം ബാധിച്ച മേഖല എന്ന് പറയുന്നത് ഇടത്തരം ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങളായിരുന്നു. വലിയ ക്രൈസിസിലേക്കാണ് ഈ നോട്ട് നിരോധത്തിൻ്റെ പിന്നാലെയുള്ള വർഷങ്ങളിൽ ഈ മേഖല പോയത്. അവരുടെ ഫണ്ട് ഫ്ലോ ഇല്ലാതായി, അവരുടെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങി, മാർക്കറ്റ് ഇല്ലാതായി, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഈ നോട്ട് പിൻവലിക്കലിനെ തുടർന്ന് ഈ മേഖല നേരിട്ടു. ഒരു പക്ഷേ ഈ 2016 ശേഷം കൂടുതൽ വായ്പകൾ മുദ്ര വഴി ചെറുകിട സൂക്ഷ്മ വ്യവസായ സംരംഭകർ തേടാൻ കാരണം ഈ നോട്ട് പിൻവലിക്കൽ മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുമാകാം.
അത് സംബന്ധിച്ചുള്ള പഠനങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഈ മേഖല ഗുരുതരമായ പ്രതിസന്ധി നോട്ട് പിൻവലിക്കൽ മൂലം നേരിട്ടു എന്നുള്ളത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഈ അവകാശവാദം പറയുമ്പോൾ. എന്തായാലും മുദ്ര വഴി 44.6 കോടി വായ്പകൾ നൽകിയെന്നും അതിൽ 30.64 ലക്ഷം വായ്പകളും സ്ത്രീകൾക്കാണെന്നും PIB പറയുന്നുണ്ട്. 2023 നവംബർ 24 വരെയുള്ള കണക്കാണ് PIB പറയുന്നത്. എന്തായാലും മുദ്ര ലോൺ നല്ല പദ്ധതി തന്നെ. ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്നുണ്ട്. കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്നുണ്ട്. അത് കൂടുതൽ ആളുകൾ എടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇത്തരം സംരംഭങ്ങൾക്ക് വായ്പ നൽകാനുള്ള ആദ്യത്തെയും ഏകവുമായ പദ്ധതി ഇതായിരുന്നു എന്നുള്ള മട്ടിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അതാണ് തൻ്റെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നിടത്താണ് ഈ കുഴപ്പം. മുൻ മാതൃകകൾ ആവർത്തിച്ചു എന്നത് മാത്രമാണ് മുദ്രയുടെ കാര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയായി നമുക്ക് പറയാൻ സാധിക്കുക. വനിതകളുടെ കാര്യത്തിൽ അവർക്ക് മാത്രമായി വായ്പ നൽകാൻ ആരംഭിച്ചൊരു ബാങ്കിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷം കൂടിയാണ് ഈ അവകാശവാദം. 1 കോടി രൂപ വരെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ നൽകാൻ നിലവിലുണ്ടായിരുന്ന പദ്ധതികൾ, അത് 2000 പദ്ധതിയാണെങ്കിലും വനിതാ ബാങ്കിൻ്റെ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ പദ്ധതിയാണെങ്കിലും ഈ 2 പദ്ധതികളും അവസാനിപ്പിച്ചുകൊണ്ട് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ 10 ലക്ഷം രൂപ വരെ മാത്രം വായ്പ നൽകാനുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അതാണ് തൻ്റെ ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്.